ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് NCCT അതിനെക്കുറിച്ചിട്ടും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ട്രെയിനിങ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, ദെൻ അവരെന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത്, പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്താണ്. അപ്പോൾ ഈ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനൊക്കെ ഈ ഒരു NCUIയുടെ അവർ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ഓർഗനൈസേഷനുകളാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം അപ്പം നമുക്ക് ഈ ഒരു NCUIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നാഷണൽ ലെവലിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് കോർഡിനേഷന് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? NCUI ആണ്. അപ്പോൾ ദേശീയ തലത്തിൽ സഹകരണ വിദ്യാഭ്യാസവും പരിശീലനവും നടപ്പിലാക്കുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും ദെൻ അതിൻ്റെ ഏകോപനത്തിനൊക്കെ അതൊക്കെ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വം നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യക്കാണ്. അതുപോലെ തന്നെ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അവർ 1956 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദേശീയ തലത്തിൽ സഹകരണ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഒക്കെ നടപ്പിലാക്കുകയും അതിൻ്റെ മോണിറ്ററിങ്, അതിൻ്റെ കോർഡിനേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ ഇവരുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1956 അവരൊരു മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ്, മെത്തഡോളജി, കണ്ടൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് യൂണിയൻ തന്നെയാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് സമയാസമയങ്ങളിൽ ഈ ഒരു മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവർ റിവൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതും ഇവരുടെ ഡ്യൂട്ടീസ്, അവരുടെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. അപ്പോൾ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം 1956 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വർക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റിനെ അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റിനെ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ അതിനെ പ്രാധാന്യമുള്ള പ്രസക്തമായ ഒന്നാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സഹകരണ സംഘങ്ങളുടെ വർക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവരെ കോപ്പറേറ്റീവ് പേഴ്സണൽസിൻ്റെ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കളുടെ മാനേജ്മെൻറ്റ് സ്ട്രെങ്തൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു എക്സലൻ്റ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ബിൽഡപ്പ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുകളൊക്കെ ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ദേശീയ തലത്തിൽ സഹകരണ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും നടപ്പിലാക്കുകയും മോണിറ്റർ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി NCUI-നാണ്. ദെൻ അവരെ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ മെത്തഡോളജി, കണ്ടൻറ്റ്, സ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അവർ തന്നെയാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സക്സസ്സിന് വേണ്ടി സമയാസമയങ്ങളിൽ അതിൽ റിവൈസും അവരെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്കതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് നോക്കാം. നാഷണൽ കൗൺസിൽ ഫോർ
കോപ്പറേറ്റീവ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, NCCT. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ചെയർമാൻഷിപ്പിന് കീഴിലുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതവരുടെ ഫങ്ഷനിങ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് 1 ജൂലൈ 1976 അപ്പോൾ ഈ ഒരു നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഇവരിത് രൂപീകരിച്ചിരിക്കുന്നത് ഫോർ കണ്ടക്ടിങ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ത്രൂ ഔട്ട് ദ കൺട്രി. ഇപ്പോൾ രാജ്യത്തിലുടനീളം കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് രൂപീകരിച്ചിരിക്കുന്നത്, ഈ ഒരു നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് അവരെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ MS സ്വാമിനാഥൻ്റെ ചെയർമാൻഷിപ്പിന് കീഴിലുള്ള എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് NCCT ഇവരെ രൂപീകരിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ എൻറ്റയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാം ഇൻ ദ കൺട്രി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള എല്ലാ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസുകളും ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൗൺസിലിലെ 30 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അതിൽ ഉള്ളത്. അത് NCUI-നെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, സെൻട്രൽ ഗവൺമെൻറ്, RBI, UGC, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ സെക്രട്ടറീസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഉള്ള 30 റെപ്രസെൻറ്റേറ്റീവ്സ് അടങ്ങുന്നതാണ് ഈ ഒരു കൗൺസിൽ, ഈ ഒരു നാഷണൽ കൗൺസിൽ. ദെൻ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് ഏതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്, ഈ ഒരു നാഷണൽ കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ NCUI-യുടെ പ്രസിഡൻ്റ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്സിൻ്റെ ചെയർമാനും, അതുപോലെ തന്നെ NCUI-ലെ ഒരു വൈസ് പ്രസിഡൻറ്റ്. NCUI-ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വൈസ് പ്രസിഡൻ്റ് വരുന്നത്, 5 വൈസ് പ്രസിഡൻറ്റുമാരുണ്ട് ഓരോ റീജിയണേയും പ്രതിനിധീകരിച്ചുകൊണ്ട്, ഇല്ലേ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ റീജിയൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 5 വൈസ് പ്രസിഡൻറ്റുമാർ അതിലെ വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു വൈസ് പ്രസിഡൻ്റാണ് ഏതിൻ്റെ വൈസ് ചെയർമാൻ ആകുന്നത്, നാഷണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ NCUI-യുടെ ചീഫ് എക്സിക്യൂട്ടീവ് NCCT-യുടെ ഡയറക്ടർ ജനറലായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ആ ഒരു മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ പ്രസിഡൻറ്റ് ഓഫ് ദ NCUI ഈസ് ദ ചെയർമാൻ, വൺ ഓഫ് ഇറ്റ്സ് വൈസ് പ്രസിഡൻറ്റ് ഈസ് ദ വൈസ് ചെയർമാൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ NCUI ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് NCECT. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നത്. ദെൻ നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറയാം. കോപ്പറേറ്റീവ് ട്രെയിനിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാനുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ കോപ്പറേറ്റീവ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ സഹകരണ പരിശീലനം നൽകുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട നയങ്ങളും പ്ലാനുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓർഗനൈസ് ആൻഡ് ഡയറക്റ്റ് അറേഞ്ച്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ദ ട്രെയിനിങ് ഓഫ് പേഴ്സണൽ എംപ്ലോയിഡ് ഇൻ ദ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ കൺട്രി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ജോലി ചെയ്യുന്ന പേഴ്സണൽസിനെ ട്രെയിനിങ് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുക. അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക, അത് ഡയറക്റ്റ് ചെയ്യുക. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും RBI, ICA, UGC തുടങ്ങിയവരുടെ ആക്ടിവിറ്റീസ്, അതായത് കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഫലപ്രദമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. ദെൻ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത പീരിയോഡിക്കലി അസസ് ചെയ്യുക. അപ്പോൾ പീരിയോഡിക്കലായിട്ടത് അസസ് ചെയ്യുക കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത. ദെൻ രാജ്യത്തിനകത്ത് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ദെൻ ഇവാലുവേറ്റ് വേരിയസ് കോഴ്സസ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്സിന് വേണ്ടിയിട്ട് വിവിധ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ ആ കോഴ്സുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സ്റ്റാഫുകളുണ്ടല്ലോ, അപ്പോൾ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് പരിശീലനം ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ട്രെയിനേഴ്സിനെ ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. ദെൻ അവരുടെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക, വർക്കിങ്ങിന് വേണ്ട ഫണ്ട് റേസ് ചെയ്യുക. അപ്പം അതൊക്കെ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ട്രെയിനിങ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ NCCTയുടെ ട്രെയിനിങ് സ്ട്രക്ചർ അവരൊരു 3 ടയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ സീനിയർ ലെവൽ ട്രെയിനിങ്ങിലെ വംനികോം വരുന്നുണ്ട്. വംനികോം ഇവരുടെ സീനിയർ ലെവൽ ട്രെയിനിങ് ആണ്. വംനികോം സീനിയർ ലെവൽ ട്രെയിനിങ് ആണ്. ഇത് പൂനെയിലാണ് വംനികോം വരുന്നത്. പിന്നെ ഒന്ന് ICM ഉണ്ട്. ICM ഫോർ മിഡിൽ ലെവൽ പേഴ്സണൽസ്. മിഡിൽ ലെവൽ പേഴ്സണൽസിനെ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നതിന് ICM വരുന്നുണ്ട്. മിഡിൽ ലെവൽ പേഴ്സണൽസിനെ ICM വരുന്നുണ്ട്. ICM ആണ്. ദെൻ ജൂനിയർ പേഴ്സണൽസിനെ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ 3 ടയർ സ്ട്രക്ചറിലെ താഴെ വരുന്നത് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഇത് ജൂനിയർ പേഴ്സണൽസിനെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് NCCT ഫോളോ ചെയ്യുന്നത്. അതിലെ വംനികോം പൂനെയിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതിലെ വംനികോമും ICMഉം NCCTയുടെ നേരിട്ടിട്ടുള്ള കൺട്രോളിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും NCCTയുടെ ഡയറക്റ്റ് കൺട്രോളിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്
ഏത് കൺട്രോൾ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വംനികോം എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വൈകുണ്ഠ് മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ്. വൈകുണ്ഠ് മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, വംനികോം. ഇത് ഒരു അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ഏപ്രിൽ 1967. ഏപ്രിൽ 1967 ഇത് രൂപീകരിച്ചിരിക്കുന്നത്. പൂനെയിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലും ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലും പ്രോബ്ലം ഓറിയൻറ്റഡ് റിസർച്ചസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കോപ്പറേറ്റീവ്സുകൾക്കും കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സീനിയർ കോപ്പറേറ്റീവ് പേഴ്സണൽസിനും ഗവൺമെൻറ് ഓഫീസേഴ്സിനും പിന്നെ മറ്റുള്ളവർക്കും അവർക്ക് നീഡ് ബേസ്ഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൊടുക്കുക. അപ്പോൾ നീഡ് ബേസ്ഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുക സീനിയർ കോപ്പറേറ്റീവ് പേഴ്സണൽസിനും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് അതേഴ്സിനെ. അപ്പോൾ അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് വംനികോമിൻ്റെ. ദെൻ വംനികോമിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്ന് PGDBA ആണ്. PGDBA. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു 2 ഇയർ ഫുൾ ടൈം പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ AICTE ഒക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള MBA പ്രോഗ്രാമിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു 2 ഇയർ ഫുൾ ടൈം പ്രോഗ്രാമാണ് PGDBA എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളിലും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ദെൻ മറ്റൊന്ന് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം കോഴ്സസുകളാണ് കേട്ടോ അതിൽ വരുന്നത്. അത് വിവിധ സെക്ടേഴ്സുകളിൽ, അതായത് മാർക്കറ്റിംഗ്, ക്രെഡിറ്റ്, ബാങ്കിങ്, ഡയറി, കോപ്പറേറ്റീവ്, ഷുഗർ ഫാക്ടറീസ്, ക്രിപ്കോ, NCDC തുടങ്ങിയിട്ടുള്ള വിവിധ സെക്ടേഴ്സിലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും എക്സിക്യൂട്ടീവ്സിനൊക്കെ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഷോർട്ട് ടേം കോഴ്സസിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ 3 ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഏത് കൊടുക്കുന്നത്, വംനികോം കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ സെക്കൻഡ് സ്ട്രക്ചർ എന്ന് 3 ടയർ സ്ട്രക്ചറിലെ മിഡിൽ ലെവലിൽ വരുന്നത് ICM ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ICM എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ഇതൊരു മിഡിൽ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NCCTയുടെ. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 20ഓളം ICMs ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെ പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളിലെയും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും മിഡിൽ ലെവൽ പേഴ്സണൽസിനാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെ ബാങ്കിങ്, ഇൻഡസ്ട്രിയൽ, ഹാൻഡ്ലൂം, ഫിഷറീസ്, കൺസ്യൂമർ, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുകളിലൊക്കെ അവർക്കൊക്കെ ഡിഫറെൻ്റ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ദെൻ അതിലെ മറ്റൊരു 3 ടയർ സ്ട്രക്ചറിലെ ലാസ്റ്റ് ലെവൽ വരുന്നത് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ വരുന്നതാണ്. ഇവരെ ജൂനിയർ ലെവൽ പേഴ്സണൽസിനാണ് സാധാരണ അവരെ ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളിലൊക്കെ വരുന്ന ജൂനിയർ ലെവൽ പേഴ്സണൽസിനെ ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് സെൻറ്ററാണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് ഏത് ഫോളോ ചെയ്യുന്നത്, നേഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഫോളോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നോക്കാം. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. NCCE. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1958 അപ്പോൾ 1958 നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നു പേരിലുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്തത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിപ്ലോമാസ് ഇൻ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ധാരാളം റിഫ്രഷർ ആൻഡ് ഓറിയൻറ്റേഷൻ കോഴ്സസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോപ്പറേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുടെ ആവശ്യങ്ങളെ കാറ്റർ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം റിഫ്രഷർ ആൻഡ് ഓറിയൻറ്റേഷൻ കോഴ്സുകളും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ ഡിപ്ലോമാസ് തുടങ്ങിയിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അവരെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചില പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്ന് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അവരുടെ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ കോപ്പറേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഡിപ്ലോമ പ്രോഗ്രാം ഇൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊരു 3 months പ്രോഗ്രാമാണ് കേട്ടോ. ഡിപ്ലോമ പ്രോഗ്രാം ഇൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 3 months പ്രോഗ്രാമാണ്. പിന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ദെൻ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നത് വിവിധ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ വിവിധ സെക്ടേഴ്സിലെ വരുന്ന ചെയർമാൻമാർക്കും ഡയറക്ടേഴ്സിനുമാണ് ഇവരെ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ദ ചെയർമാൻ ഡയറക്ടേഴ്സ് ഓഫ് ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത സെക്ടറുകളിൽ പ്രവർത്തിക്കുന്ന ചെയർമാൻമാർക്കും ഡയറക്ടേഴ്സിനും കൊടുക്കുന്ന പ്രോഗ്രാമാണ്. പിന്നെ അവരെ റിഫ്രഷർ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഫാം ഗൈഡൻസ് ഇൻസ്ട്രക്ടേഴ്സിന് അതൊരു 1 week പ്രോഗ്രാമാണ്. റിഫ്രഷർ കോഴ്സസ് ഇവരെ ഓഫർ ചെയ്യുന്നുണ്ട്.
റിഫ്രഷർ കോഴ്സസ്. റിഫ്രഷർ കോഴ്സസ് കൊടുക്കുന്നത് ഫാം ഗൈഡൻസിനൊക്കെയാണ്, ഗൈഡൻസ് ഇൻസ്ട്രക്ടേഴ്സിനാണ് NCUIയുടെ. അതൊരു 1 വീക്ക് പ്രോഗ്രാമാണ്. പിന്നെ ഓറിയൻറ്റേഷൻ കോഴ്സസ് അവരെ കൊടുക്കുന്നുണ്ട്. ഓറിയൻറ്റേഷൻ കോഴ്സസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അത് യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് ലെക്ചേഴ്സിനുള്ള പ്രോഗ്രാമാണ്. ഓറിയൻറ്റേഷൻ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഓറിയൻറ്റേഷൻ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലുള്ള ഓറിയൻറ്റേഷൻ കോഴ്സസ് അത് യൂണിവേഴ്സിറ്റി കോളേജ് ലെക്ചേഴ്സിനുള്ളതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ കോഴ്സ് ഫോർ ദ ഫാക്കൽറ്റീസ് ഓഫ് ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഓറിയൻറ്റേഷൻ കോഴ്സ് ഫാക്കൽറ്റീസ് ഓഫ് ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സിലുള്ള ഫാക്കൽറ്റീസിന് വേണ്ടിയിട്ടും ഓറിയൻറ്റേഷൻ കോഴ്സ് അവരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളേജ് ലെക്ചേഴ്സിനും യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സിനൊക്കെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലാണ് അവർ ഓറിയൻറ്റേഷൻ കോഴ്സ് കൊടുക്കുന്നത്. പിന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സിലെ ഫാക്കൽറ്റീസിനും വരുന്നുണ്ട്. പിന്നെ അവരെ റിഫ്രഷൻ കോഴ്സ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടേഴ്സിനും സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് യൂണിയനുകൾക്കും റിഫ്രഷർ കോഴ്സും അവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ പ്രോഗ്രാംസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് റിലേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ നമുക്ക് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് റിലേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ NCUI, National Cooperative Union of India, is constantly engaged with UNO, FAO, ILO, UNDP and other international agencies involved in world cooperative such as ICA. അല്ലേ? ഇപ്പോൾ ICA പോലുള്ള മറ്റേ ഇൻ്റർനാഷണൽ ഏജൻസികളുമായിട്ട് വേൾഡ് കോപ്പറേറ്റീവ്സിൽ ഉൾപ്പെടുന്ന ഇൻ്റർനാഷണൽ ഏജൻസികളുമായിട്ടും UNO, FAO, ILO, UNDP തുടങ്ങിയിട്ടുള്ള ഏജൻസികളുമായിട്ടൊക്കെ ആരെ എൻഗേജ്ഡ് ആണ്? NCUI എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ ഈ NCUI ICAയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും അംഗമാണ്. പ്രത്യേകിച്ചും ന്യൂഡൽഹിയിലുള്ള ICAയുടെ റീജിയണൽ ഓഫീസ് ഉണ്ടല്ലോ, റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക്, അതിലെ ഒരു മെമ്പറാണ് NCUI. പിന്നെ ഇതിന് പുറമെ NCUI കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അബ്രോഡിലുള്ള കോൺഫറൻസസും സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് പേഴ്സണൽസിനെ അവരെ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് പരിശീലനം കൊടുക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് കോൺസ്റ്റൻ്റ്ലി അവരെ റെഗുലറായിട്ട് അവരുമായിട്ട് എൻഗേജ് ചെയ്യുക, അതിനെ നമ്മൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിലെ വരുന്നതാണ് കൂപ്പ് കണക്റ്റ്. കൂപ്പ് കണക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അപ്പോൾ യൂത്തിനിടയിലെ കോപ്പറേറ്റീവ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്കൂളുകളിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനും ദെൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യുന്നതിനും വേണ്ടിയിട്ട് NCUI ഒരു എക്സ്ക്ലൂസീവ് ഫോറം അവരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ആ ഫോറത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കൂപ്പ് കണക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂത്തിനിടയിലെ കോപ്പറേറ്റീവ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പോപ്പുലറൈസ് ചെയ്യുന്നതിനും സ്കൂളുകളിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനും കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനും NCUI ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഫോറം, ആ വേദിനെയാണ് നമ്മൾ കൂപ്പ് കണക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോറത്തിന് കീഴിലെ നമ്പർ ഓഫ് സ്കൂൾസ് ഇൻ ഡൽഹി ആൻഡ് NCR ആർ ബീയിങ് sensitized towards the cooperative values and principles and the role of cooperatives in national economy. അപ്പോൾ ഈ ഒരു ഫോറത്തിന് കീഴിൽ ഡൽഹിയിലെയും അതുപോലെ തന്നെ NCRലെയും നിരവധി സ്കൂളുകൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനോടും അതുപോലെ തന്നെ നാഷണൽ ഇക്കോണമിയിലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ പങ്കിനോടും അവരുടെ ആ ഒരു റോള് അതിനോടും സെൻസിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് അവരെ സംവേദനക്ഷമത അതിനോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂപ്പ് കണക്റ്റ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഫോറാണ്. ദെൻ നെക്സ്റ്റ് അതിലൊന്ന് വരുന്നത് പ്ലാൻ അഹെഡ് ആണ്. പ്ലാൻസ് അഹെഡ്. പ്ലാൻസ് അഹെഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ NCUI is planning to sensitize school children towards cooperative movement in the country. നമ്മുടെ രാജ്യത്തിലെ കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിലേക്ക് സ്കൂൾ കുട്ടികളെ കൂടെ സെൻസിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്കൂൾ കുട്ടികളെ കൂടെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ കൂടെ അതിലെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് NCUI അവരെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെതാ ഐഡിയ എന്ന് പറയുന്നത് ടു ഇൻകൾക്കേറ്റ് കോപ്പറേറ്റീവ് ഐഡിയോളജി ഇൻ ദ യങ് മൈൻഡ്സ്. അതായത് യങ് മൈൻഡ്സിലെ യുവ മനസ്സുകളിൽ കോപ്പറേറ്റീവ് ഐഡിയോളജി അല്ലെങ്കിൽ സഹകരണ പ്രത്യയശാസ്ത്രം അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിലെ ആ ഒരു ആശയം എന്ന് പറയുന്നത്. സോ ദാറ്റ് ദേ ചെറിഷ് ദ വാല്യൂ ഓഫ് കോപ്പറേറ്റീവ് ഇൻ വിച്ച് എവർ ഏരിയ ദേ ഓപ്പറേറ്റ്. അപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ ഈ ഒരു കോപ്പറേറ്റീവ് ഐഡിയോളജി വളർത്തിയെടുക്കുക എന്നതാണ് ഈ പ്ലാൻ എഹെഡിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് അവരെ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ ഒരു കോപ്പറേറ്റീവ് വാല്യൂ അവരെന്ത് ചെയ്യും, അത് വിലമതിക്കും, അതിനൊരു ഇമ്പോർട്ടൻസ് അവരെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് NCUI കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാനാണ് പ്ലാനിങ് എഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് യങ്സ്റ്റേഴ്സിനെ കോപ്പറേറ്റീവ്സുകളിൽ, അതായത് സഹകരണ മേഖലയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ NCUI constantly pursuing NCERT, CBSE and other institution at the center as well as the state for incorporating study of cooperatives in school curriculum. അതായത് സ്കൂൾ കരിക്കുലത്തിലെ ഈ ഒരു കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ടുള്ള പഠനം കൂടെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് CBSE, NCERT ഇവരെയൊക്കെ ആയിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത്, ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചിട്ടാണ്. NCUI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്സും. അതിലെ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്സ് അത് രൂപീകരിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ത്രൂ ഔട്ട് ദ കൺട്രിയിലെ അത് സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് എൻ്റയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാമുകളും ഓർഗനൈസ് ചെയ്യുന്നതിനും ഡയറക്റ്റ് ചെയ്യുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വിവിധ നാഷണൽ
ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള 30 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഈ കൗൺസിലിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ട്രെയിനിങ്സുമായി ബന്ധപ്പെട്ട പോളിസീസ് ആൻഡ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുക, പിന്നെ എംപ്ലോയീസിനെ ട്രെയിനിങ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. ദെൻ സെൻട്രൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, മറ്റേ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത പീരിയോഡിക്കലി അസസ് ചെയ്യുക, കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മാനേജ് ചെയ്യുക, കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ ഫണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇത് 3 ടയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ സീനിയർ ലെവലിൽ വംനികോം ആണ്, വൈകുണ്ഠ മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ് വംനികോം, പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ അതിൻ്റെ മിഡിൽ ലെവൽ പേഴ്സണൽസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ICM വരുന്നുണ്ട്. ദെൻ ജൂനിയർ ലെവൽ പേഴ്സണൽസിന് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സും വരുന്നുണ്ട്. അതിലെ വംനികോമും ICMഉം ഡയറക്റ്റ് കൺട്രോൾ ഓഫ് NCU ആണ്. ദെൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ അത് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ യൂണിയനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. അത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് 1958. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ട്രെയിൻ ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സ് ആണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെൻറ്ററിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം അതിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ടേക്ക് ക്ലാസ്സസ് to educate members, managing committee members, office bearers, potential members, etc. അപ്പോൾ കോപ്പറേറ്റീവ് യൂണിയനിലത്തെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സ് ആണ് മെമ്പേഴ്സിനും മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിനും ഓഫീസ് ബെയറേഴ്സിനും പൊട്ടൻഷ്യൽ മെമ്പേഴ്സിനൊക്കെ ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ NCUIയുടെ ഈ ഒരു എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ് NCCEയുടെ എൻറ്റയർ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലെ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ 5th മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 5th മൊഡ്യൂളിൽ നമുക്ക് 3 ഓർഗനൈസേഷനുകളെ കുറിച്ചാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ടും ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിനെ കുറിച്ചിട്ടും നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട്, ഇങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമുക്കിതിലെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക് യു.